ക്ലാസ് 12 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്സിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്നത് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. ഇന്റഗ്രൽസ് നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റഗ്രൽസ് എങ്ങനെ നോക്കിയാലും മാത്സിലെ ഒരു വെല്ലുവിളിയായുള്ള ചാപ്റ്റർ തന്നെയാണ്. ഈ 3 ചാപ്റ്റർ ഇന്റഗ്രൽസുമായിട്ട് കണക്റ്റഡും ആണ്. ഇന്റഗ്രൽസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സിലെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റഗ്രൽസ് എങ്ങനെ +2 മാത്സിൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ആൻഡ് അത് യൂസ് ചെയ്തുകൊണ്ട് എക്സാമിന് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, ഇന്റഗ്രൽസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ചാപ്റ്റേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് ഈസി ആക്കാം, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്റഗ്രൽസ് ആണ് +2 മാത്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ. കാരണം അത്രയും ചോദ്യങ്ങളുണ്ട്, അത്രയും റിസൾട്ട് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾക്ക് ഓവർകം ചെയ്യാം? അതിനാദ്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ആപ്പിലെ ക്ലാസ്സൊക്കെ കാണുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ട് ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആ ചോദ്യം വരുന്നത് എങ്ങനെയാണ്, ഇത് ഏത് ടൈപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇന്റഗ്രൽസിൽ ഏറ്റവും ബേസിക് ആയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പാർട്ടായിട്ടാണ് ഇന്റഗ്രൽസിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഇന്റഗ്രൽസിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫസ്റ്റ് നിങ്ങൾ നോർമലായുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിക്കും. ആ റിസൾട്ടുകൾ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് വളരെ നോർമലായുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചിട്ടാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആദ്യത്തെ കുറച്ച് സമയമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് അത് ഓക്കെ ക്യാച്ച് ആവും, നിങ്ങൾക്ക് അത് എന്തായാലും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് റിസൾട്ടും പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഇത് ആദ്യം പഠിച്ചത് വെച്ച് ചെയ്യണോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യണോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോൾ ചെയ്യണം, ഏത് സമയത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കണം. അതിന് നിങ്ങൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല. അടുത്തതാണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം. അത് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ റിസ്ക് ഒന്നുമില്ല, കാരണം അതിൽ എന്തായാലും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻവോൾവ്ഡ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തതാണ് പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ പ്രോബ്ലം. ഇതിനൊക്കെ പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആയിട്ട് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പവർ വരുന്ന രീതിയിൽ, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് ഡിനോമിനേറ്ററിൽ വരുന്ന രീതിയിലൊക്കെ ആയിരിക്കും അത് അധികം ഉണ്ടാവുക. 1/x² - a², 1/x² + a², അല്ലെങ്കിൽ 1/√(x²- a² എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷനാണ്. ഇതിനും കണ്ടീഷൻ ഉണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് പ്രോബ്ലം ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അടുത്തത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്ര എണ്ണത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സാണ്. ഇത് വളരെ സിമ്പിളാണ്. അതായത് മെത്തേഡ് ഏതാണെന്ന് പെട്ടെന്ന് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആ ചോദ്യം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ചെയ്യാന്നുള്ളതാണ്. ആദ്യം അത് ഏത് മെത്തേഡാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസും ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസും പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസും വെച്ചുള്ള ചോദ്യങ്ങൾ വലിയ റിസ്ക് ഇല്ല, കാരണം അതിന് ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഏത് ടൈപ്പ് ആണെന്ന് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ ഇൻറ്റഗ്രൽസിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാവും, പക്ഷേ എക്സാമിന് വന്നാൽ നമ്മൾ കുടുങ്ങും. അപ്പോൾ അതിനാണ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്യണോ? ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ ചെയ്യൽ മസ്റ്റാണ്. NCERT ക്വസ്റ്റ്യൻസ് അത്രയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ ബോർഡിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ NCERT ബിയോണ്ട് ആയിരിക്കും. അതായത് NCERTക്ക് അപ്പുറത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബോർഡിന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഫോർ ബെറ്റർ കൺസെപ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് സോൾവ് ചെയ്ത് പഠിക്കണം. അപ്പോൾ സോൾവ് ചെയ്ത് പഠിച്ചാലുള്ള മെച്ചം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണെന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ കുറച്ച് PYQs റെഫർ ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്യണമെന്നില്ല. അത് ഏത് ടൈപ്പ് വെച്ചാണ്, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആണോ, പാർഷ്യൽ ഫ്രാക്ഷൻ ആണോ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫംഗ്ഷൻ വെച്ചാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആണോ, ഏത് ടൈപ്പാണ് വെച്ച് ചെയ്യുക എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, രണ്ടാമത് നിങ്ങളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. PYQs നിങ്ങൾ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യണം. PYQs സോൾവ് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമിന് ഏകദേശം എങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത് എന്നുള്ളത്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കൽ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ NCERT കംപ്ലീറ്റ്ലി സോൾവ് ചെയ്താൽ കൺസെപ്റ്റ് മനസ്സിലാവും. ആ കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ടൈപ്പ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ചെയ്യുക. എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ആ PYQ പാറ്റേൺ കൂടി മനസ്സിലാക്കുക. എന്നിട്ട് ഇൻറ്റഗ്രേഷനിൽ പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഇൻറ്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 8ാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ഇത് വലിയ റിസ്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് കിട്ടും. ആൻഡ് 9ാമത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇൻറ്റഗ്രൽസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂല.
ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്ററും 3 ചാപ്റ്ററും കണക്റ്റഡ് ആണ്. ഇന്റഗ്രൽസ് എങ്ങനെ പഠിക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ ചെയ്യുക, പ്രീവിയസ് ഇയർ ചെയ്യുക, ഓരോ ചോദ്യം ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രൽസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ മാർക്ക് സ്കോർ ചെയ്യാം, ആൻഡ് ദെൻ ലാസ്റ്റ് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാണേ. സോ കാണാം, ബൈ.